ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ-റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. പുഴയുടെ തീരത്ത് ഉത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ ആകാശം കണ്ടു ഞാൻ, പാൽപ്പുഴയെ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണിയെ കണ്ടു. തിരുവോണത്തോണിയെ കണ്ടു. പുഴയുടെ തീരത്ത് ഉത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ചിരിക്കുന്ന അരിപ്പൂക്കളെ ചൊല്ലു താരക നിങ്ങളല്ലേ. ചിരിക്കുന്ന മണിപ്രാക്കളെ തിങ്കൾ ചില്ലയിൽ നിങ്ങളല്ലേ. ചില്ലുനിലാവും മണിമുല്ലയും നിൻകടങ്ങളൊക്കെയും അല്ലേ. ആ ആ ആ പുഴയുടെ തീരത്ത് ഉത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രകൃതി മനോഹരിണി രാവിൽ നിരപറയൊരുക്കുന്നു. പ്രണവമന്ദാശരത്താ നിന്നെ തിക്കുകൾ വാത്തുന്നു. സാവണം നിൻ വാസന്തവും എന്നോട് ചേരുമെന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്ത് ഉത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ ആകാശം കണ്ടു, വാനിൽ പാൽപ്പുഴയെ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണിയെ കണ്ടു. തിരുവോണത്തോണിയെ കണ്ടു. താങ്ക് യു. डोलमा ऐसा लगड़ी मालमा तेची गली जिन्हें क्रैकी उठा सालमा अरिकल गरिकल कोते उठा गलगले पलचिन पल पलक मिटा मन लोकले पल पलक मिटा मेला लोकले
ರಾವದ ರೌಡಿಯಾನ ಜೋವದ ದುಡ್ಡ ಕುತ್ತು ಪುಟ್ಟ ಕುತ್ತು ಉಯಿಸೋವದ ಬರಿ ಪೋಚರಿ ಮುಖ ಸೀನು ಬೋರ್ಡಾ ಮಟ್ಟ ಪನಿ ಪುಟ್ಟ ಮಜಾ ಮೇಲ ಪೇರಿಡಾ तेरी गली जिन्हें क्रैकी उठा सालमा ಗೆತ್ತ ಉಡಾದ ನೀ ಎರುನಾಲು ಮಾರುನಾಲು ಗೆತ್ತ ಉಡಾದ ಪಂಗು ಗೆತ್ತ ಉಡಾದ ಎವ ಸಿರುನಾಲು ಮಾರುನಾಲು ಗೆತ್ತ ಉಡಾದ ಅಲ್ಮಾ ಡೋಲ್ಮಾ ಡೋಲ್ಮಾ ಅಲ್ಮಾ ಅಲ್ಮಾ ಡೋಲ್ಮಾ ಇಸಲಂಗಡಿ ಮಾಲ್ಮಾ ತೆಚ್ಚಿ ಗಲಿ ಜಿನ್ನೆ ಕ್ರಾಕಿ ಊಟ ಸಾಲ್ಮಾ ಅರಿಕಲ್ ಗೊತ್ತು ಊಟ ಕಲಗಲೇ ಪಲ್ಚಿನ ಪಲ ಪಲಕದ ಮಿಟ್ಟ ಮಲ ಲೋಕಲೇ ಡಮುಗನಾ ಡುಮುಗನಾ ಟೋಲ ಕಟ ಗುಮುಗನಾ ಡುಮುಗನಾ ಡುಮ ಬಲಿ ಎಟ್ಟಿ ಪನ ಎಡಗಿನಾ ಅರಿಕನಾ ಮುರುಕನಾ ತೌಡಯತ ಎರ್ಗನಾ ಇರುಕನಾ ಸರ್ಗನಾ ಒಂದೇ ಅಂದ ಉಣಗಿನಾ ಅಲ್ಮಾ ಡೋಲ್ಮಾ तेरी गली जिन्हें क्रैकी उठा सालमा अरिकल गोतु उठा कलगले पल्चिन पल पलकद मिट्टा मेल लोकले meow 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 അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഹാരിസ്. ഞാനൊരു പാട്ട് പാടാണ് ഉദ്ദേശിച്ചത്. മിഞ്ഞാമിയുന്നേ മിന്നും മിയുന്നേ എങ്ങോട്ടായി തെരുക്കം നീ തനിച്ചല്ലേ പേടിയാവൂലേ മയിലൊട്ടും വെയിലൊട്ടും പോവരുത് നാടിൻ്റെ വിട്ടം കലരരുത് മിഞ്ഞാമിയുന്നേ മിന്നും മിയുന്നേ എങ്ങോട്ടായി തെരുക്കം നീ തനിച്ചല്ലേ പേടിയാവൂലേ കൂട്ടിന് ഞാനും വന്നോട്ടെ. താങ്ക് യു. അതായി പിന്നെ അത് ഈ മലം അത് ബൈക്ക് ആമത്തിലേക്കാൾ വോട്ടർ നായി ആന
മൂക്കൻ പുള്ളി മാൻ കഴുവ പുലികൾ ഉള്ളലൻ ഉള്ളാടി പുലികൾ മാടി നമ്മുടെ മാടി തിരിപ് ദിക്ക് ഏതായാലും നമ്മൾ പരിപാടി ഭാഗികമായി തുടങ്ങി വച്ചിരുന്നെങ്കിലും ഇനി പരിപാടിക്കൊരു തടസ്സം നേരിടാൻ തന്നെ തുടർന്നു പോവുകയാണ്. രക്ഷിതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ അനുഭവം വെച്ചിട്ട് പല ദൂരെയുള്ള രക്ഷിതാക്കളായതുകൊണ്ട് ഒരു 12 മണി വരെയെങ്കിലും അവരുടെ വരവ് പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഒരു അവസ്ഥ അറിയാലോ. കാരണം നമുക്കൊരു പരിപാടി വെക്കാനുള്ള പേടിയും അതുകൊണ്ടാണ്. കാരണം നമ്മൾ 10 മണിക്കൊരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും രക്ഷിതാക്കൾ എത്താൻ 12 മണിയാവും. ട്രെയിൻ കിട്ടില്ല, ബസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് 2 മണിക്കെങ്കിലും പോകേണ്ടി വരും. ഈ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് തുടർച്ചയായിട്ട് പരിപാടി വെക്കാൻ അവസരം വളരെ കുറയാണ്. ഒരു മീറ്റിംഗ് പോലും ക്ലാസ് ബേസിൽ രക്ഷിതാക്കൾ വിളിക്കുന്ന ടീച്ചേഴ്സ് അവരുടെ രക്ഷിതാക്കളുടെ സൗകര്യം നോക്കിയിട്ട് വിളിക്കുന്നൊരു സാഹചര്യമാണ്. കാരണം ദൂരമുള്ളവരപ്പുറം കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, എറണാകുളം, ആലുവ ഇങ്ങനെ പല ഭാഗത്തുള്ള രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അതൊക്കെ എത്തിപ്പെടുമ്പോൾ എങ്ങനെയായാലും ട്രെയിനും ബസ്സുമായിട്ട് എത്തിപ്പെടും വഴുകും. ഞാൻ ഇന്നലെ പറഞ്ഞാണ് അവരോട് രക്ഷിതാക്കൾ അവരവരുടെ കുട്ടികളുടെ പരിപാടികൾ അവർ തന്നെ കണ്ട് വിലയിരുത്തുകയും അവർ തന്നെ വീഡിയോ ചെയ്യുകയും അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും കൈയടിച്ചാൽ പ്രോത്സാഹിപ്പിക്കാനൊക്കെ മുന്നിൽ നിങ്ങൾ വേണമെന്നുള്ളത്. പക്ഷേ പരിപാടി ആയിക്കഴിഞ്ഞാലും രക്ഷിതാക്കൾ എത്താൻ വൈകുന്നതുകൊണ്ട് പരിപാടി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഏതായാലും നമ്മൾ പറഞ്ഞിരുന്ന ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബാപ്പു വള്ളിപ്പറമ്പായിരുന്നു പറഞ്ഞിരുന്നത്. അവർക്ക് ശാരീരിക പ്രയാസം, പനി ഒന്ന് കൂടിപ്പോയി, അതുകൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശാരീരിക പ്രയാസം ഉള്ളതുകൊണ്ട് യാത്ര വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു പ്രയാസം കൊണ്ടാണ്, എത്താൻ വളരെ ആഗ്രഹിച്ചതാണ്. ഏതായാലും നമുക്കറിയാം, ഒരു സ്വാഗത പ്രസംഗം അല്ല, എന്നാലും അതിന് മുന്നോടി പറയാനുള്ളത്, ഇത് ഞാൻ പറയാതെ തന്നെ രക്ഷിതാക്കൾക്കറിയാം, ഒരു സ്പെഷ്യൽ സ്കൂളാണ്. മാനസിക വൈകല്യമുള്ള, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ളൊരു സ്പെഷ്യൽ സ്കൂളാണ്. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ താമസത്തോടെ അവർക്ക് പരിശീലനം കൊടുക്കുന്നത്. ഈ കുട്ടികൾ തന്നെ 13 വയസ്സ് മുതൽ തൊഴിൽ പരിശീലനം നൽകി അവരെ അതിന് പ്രാപ്തരാക്കിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്കുള്ള താമസം, പിന്നെ ഫിസിയോതെറാപ്പി, സ്പീച്ച് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം ഫ്രീ ആയിട്ട് സൗജന്യമായി തന്നെ നടത്തിക്കൊണ്ടുപോവാണ്. നമുക്കറിയാം, ഈ കാലിക്കറ്റ് ഓർഫൈൻ്റെ കീഴിൽ CICS കാലിക്കറ്റ് ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ കീഴിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് സ്നേഹമഹൽ. അഗതികളും അനാഥരായിട്ടുള്ള, ആരോരും ഇല്ലാത്ത ഒട്ടനവധി മക്കളിവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കുട്ടികൾ എന്താണ്, ആരാണ്. ഓരോ കുട്ടിയും രക്ഷിതാക്കൾ ഇവിടെ കൊണ്ടുവരുമ്പം അവരുടെ അവസ്ഥ എന്തായിരുന്നു. ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്ത, ഒന്ന് നേരെ നിൽക്കാൻ കഴിയാത്ത, ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന മക്കൾ ഇന്ന് എത്രത്തോളം അവർ പരിപാടിയായിട്ട് എത്രത്തോളം ഇവരായിട്ട് ഇണങ്ങിച്ചേർന്ന് ഒരു വേദിയിൽ സ്റ്റേജിൽ കയറാൻ പതറാതെ നല്ല ഉന്മേഷത്തോടെ അവർക്ക് പരിപാടി നടത്താൻ കഴിയുന്നത് കാണാൻ പറ്റും. മാത്രമല്ല, ഈ സ്ഥാപനത്തിൽ ഒറ്റ കുട്ടി പോലും സ്റ്റേജിൽ കയറാതെ ഇന്ന് മാറി നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അതാണ്. അപ്പോൾ ഓരോ രക്ഷിതാക്കളും അവർ വിലയിരുത്തുക, അവർ കഴിവുകൾ. അതിന് നമ്മൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പുറത്തുനിന്ന് ആൾ വിളിച്ച് പരിശീലനം കൊടുക്കുന്നില്ല. ഒരു ഡാൻസ് ആയാലും ഒപ്പനയായാലും കോൽക്കളി ആയാലും എന്ത് പരിപാടിയാണെങ്കിലും നമുക്ക് അതിൻ്റെ ആ ട്രെയിനിങ് കൊടുക്കുന്ന, പരിശീലിപ്പിച്ചെടുക്കുന്ന നമ്മൾ ടീച്ചേഴ്സ് തന്നെയാണ്. പ്രത്യേക പരിശീലിച്ച ടീച്ചേഴ്സ്. അവരുടെ എത്രത്തോളം അവരുടെ കഴിവും മികവും ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ ശരിക്കും അവരെയും ആ രീതി തന്നെ പ്രോത്സാഹിപ്പിക്കുക, അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം മാസങ്ങളോളായി തുടങ്ങിയതാണ്. അത് ഇന്ന് കണ്ട് വിലയിരുത്താൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക.
അതോടൊപ്പം തന്നെ നോൺ ടീച്ചിങ് ആയിട്ട് ടീച്ചേഴ്സ് അല്ലാത്ത മറ്റുള്ള നോൺ ടീച്ചിങ് ആയിട്ടുള്ള അവരെ സപ്പോർട്ടും ഈ പരിപാടിയിൽ ഇന്നലെ രാത്രി വരെ ഇവിടുന്ന് റിഹേഴ്സലും ഇന്ന് രാവിലും റിഹേഴ്സൽ ആയിട്ട് നടക്കുകയായിരുന്നു. സ്റ്റേജ് റെഡിയാക്കിയതിന് ശേഷം സ്റ്റേജിൽ വെച്ചിട്ട് അവർ ഈ പരിപാടി ചെയ്തു. എന്നിട്ടും സ്റ്റേജിൽ കയറാൻ പേടിയുള്ള കുട്ടികളൊക്കെ മാറ്റി പേടി തീർത്തതിന് ശേഷമാണ് നമുക്ക് ഇവിടെ എത്തിയത്. ഇനി നമുക്ക് ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മേക്കപ്പ് ചെയ്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ ബോറടിച്ച് തുടങ്ങിയാൽ ഇനി ഞാൻ കയറുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടി മുടങ്ങിപ്പോവും. അപ്പോൾ ഓരോ കുട്ടിയുടെയും സമയം സാഹചര്യം നോക്കിയിട്ടാണ് കയറ്റുന്നത്. അതുകൊണ്ട് കൂടെ വിളിച്ചു കിട്ടുന്നില്ല. ഏതായാലും ഒരു സ്വാഗത പ്രസംഗം എന്നുള്ളത് അറിയാം. നിങ്ങളൊക്കെ ഇനി ഒരുപാട് പരിചയപ്പെടാനുണ്ട്. രക്ഷിതാക്കളെ പുതിയ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒന്നിച്ച് വരാനും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കൂടുതൽ എപ്പോഴും ബന്ധപ്പെടുക. ഇനി ഇതിനു മുമ്പ് സ്പോർട്സ് ആയിരുന്നു. സ്പോർട്സിന് പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ തന്നെ സമ്മാനങ്ങൾ വിളിച്ച് വിതരണം ചെയ്യും. അതിനുമുമ്പ് ഇൻഡോർ ഗെയിംസ്, അതുപോലെ തന്നെ ഇൻഡോർ ഐറ്റംസ് ആയിട്ടുള്ള മെമ്മറി ഒരുപാട് ഐറ്റംസ് ഇവിടെ ക്ലാസ്സിൽ നിന്നും ഹാളിൽ നിന്നും നടന്നു കഴിഞ്ഞു. അതിൻ്റെ സമ്മാനം നൽകുന്നതാണ്. ഇപ്പോൾ ഇന്നുള്ള പരിപാടികൾക്കും അതിൻ്റെ സമ്മാനങ്ങൾ നൽകും. അതൊക്കെ നിങ്ങൾ എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകാവൂ. ആരും തിരക്കൂട്ടുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇന്ന് മുഴുവൻ സമയം മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പിഞ്ചോമനകൾക്ക് വേണ്ടി മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും മാത്രമല്ല, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർത്തും അഭിമാനിക്കാവുന്ന വ്യക്തികളെയാണ്. ബാപ്പു വള്ളിപ്പറമ്പിനെ കൊണ്ടുവരാൻ സെക്രട്ടറി സാർ വരും. ബാപ്പു വള്ളിപ്പറമ്പും ഒരു വളരെ സുഹൃത്താണ്. ഫിറോസ്കയായിട്ട് ഇന്ന് വരാൻ നേരിട്ട് ഞങ്ങൾ ഒന്നിച്ച് വരും എന്നാണ്, 11 മണി എത്തും എന്ന് പറഞ്ഞതാണ്. അവർ പറയും അങ്ങനെ ആ ശരീരപ്രയാസം കൊണ്ട് എത്താൻ പറ്റില്ല, എന്നാലും മറ്റുള്ളവരെ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് വയനാട്ടിലേക്കൊരു ടൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ഫിറോസ്കയാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ടായി. ഫിറോസ്കയുടെ റിസോർട്ടാണ് നമുക്കന്ന് വിട്ടു തന്നത് ഫ്രീ ആയിട്ട്. അത്രയും വലിയ സൗകര്യങ്ങൾ, നല്ല ഭക്ഷണം, 5 നേരം 6 നേരം 7 നേരമായിട്ട് ഒരു ദിവസം തന്നെ ഭക്ഷണങ്ങൾ, ജ്യൂസായിട്ടും സ്നാക്സായിട്ടും, അതുപോലെ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അങ്ങനെ ഒരു റിസോർട്ട് മൊത്തം നമുക്ക് അന്ന് വന്ന് കുട്ടികൾ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആളാണ് ഫിറോസ്ക. ഇതൊക്കെ അവരുടെ സ്റ്റാഫും ബന്ധപ്പെട്ട ആളുകളാണ്. അതൊക്കെ തന്നെ അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വേദിയിൽ. ഈ ഒരു വലിയ മനസ്സല്ല, അതുകൊണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ തന്നെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കാനും ഇനിയും കൂടുതൽ കാലം നമ്മോടൊപ്പം ജീവിക്കാനും സ്നേഹം പങ്കുവെക്കാനും ഇനിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പലതും ഇതുപോലെ ചെയ്യാനും നമുക്ക് അവർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പലരും കുട്ടികൾക്ക് വേണ്ടി ഗെയിംസ് ഇൻഡോറായിട്ട് പല ഇതും കൊണ്ടുകൊടുത്തു. അങ്ങനെ ഒരുപാട് നമ്മൾ പറയാൻ, അത് പേരെടുത്ത് പറയേണ്ടതല്ല. ഒരു കാര്യം പറയാനും ആഗ്രഹിക്കുന്നാൽ പേരെടുത്ത് പബ്ലിസിറ്റിക്കല്ല, എന്നാലും പറഞ്ഞു പോവാണ്. നിങ്ങൾ അറിയണമല്ലോ ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്നല്ല. ഓരോ വ്യക്തികൾ, നിങ്ങളെപ്പോലെ തന്നെയുള്ള പല ഭാഗത്തുള്ള വ്യക്തികളാണ് നമുക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പരിഗണിക്കാതെ പോകുന്ന, എൻ്റെ കുട്ടി സുഖമില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് ഓനക്കൊന്നും കഴിയില്ലല്ലോ, ഓനക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ അപ്പുറത്തുള്ള ആമീൻ്റെ കുട്ടി അല്ലെങ്കിൽ രാധൻ്റെ കുട്ടി എത്ര ഉഷാറാണ് എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ടാവും. നമ്മൾ അടുത്തുള്ളവരെല്ലാം നോക്കേണ്ടത് നമ്മളെ കുട്ടികളെ കഴിവുകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കാനും നല്ലത് പറയാനും നമ്മൾ പഠിക്കണം. നമുക്കറിയാം, ഒരു ചെറിയ കുട്ടി നമ്മളൊരു കൊലായിലിരിക്കുകയാണെങ്കിൽ ഒരു കുട്ടി നമ്മൾ ഉപ്പ സംസാരിക്കുമ്പം കൊലായിലേക്ക് വന്നാൽ ഉപ്പ അവൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു കുട്ടി വേദിയിലേക്ക് വന്നാൽ അപ്പം നമ്മൾ ആ കുട്ടി പുറത്തേക്ക് വന്നാൽ, ഉപ്പായുടെ അടുത്തേക്ക് വന്നാൽ അത് വേഗം തന്നെ ഉള്ളിലേക്ക് മാറ്റുന്ന അവസ്ഥയാണ്. എന്താ എനിക്കിവിടെ ഈ പിള്ളിപ്പിക്കാം, എന്താ എനിക്കിവിടെ എന്ന് പറയും. പക്ഷെ നേരെ മറിച്ച് ആ കുട്ടി വന്ന് സംസാരിക്കുക, ഇതെൻ്റെ മോനാണ്, ഉഷാറായി പഠിക്കൂട്ടോ, സ്നേഹമല്ലാണ് പഠിക്കുന്നത്, നല്ല ഡാൻസാണ്, നല്ല പാട്ടാണ്, അവൻ്റെ പാട്ട് കേട്ടില്ലല്ലോ ഞങ്ങൾ ഇല്ല, അതുകൊണ്ട് മോനെ ഇതിൻ്റെ ഇപ്പച്ചിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയാനുള്ള പരിചയപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള യാത്രകൾ, നിങ്ങളായിട്ടുള്ള ഒന്നിച്ചിരുന്ന ഒരു മേശയ്ക്ക് ചുറ്റും വട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. ഒന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒന്ന് അവരെ തലോടാനും സ്നേഹിക്കാനും ഓരോ ദുഃഖങ്ങൾ സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അതുപോലെ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആണ് നമ്മളെ കുടുംബം, ഇപ്പോൾ അറിയാലോ, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. നമ്മളിപ്പോൾ ഒരു ഗോഡൺ ഫാമിലിയായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, പക്ഷേ ഒന്നിനും ആർക്കും സമയമില്ല, എല്ലാവരും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തുറക്കേണ്ട 2 സാധനമാണ്, ഒന്ന് വാട്സപ്പ്, ഒന്ന് ഫ്രിഡ്ജും. വെറുതെ നമ്മൾ ഫ്രിഡ്ജും തുറന്നു നോക്കും, ഒന്നും ഇല്ലെങ്കിലും തുറന്നില്ല സമാധാനം കിട്ടില്ല. അതുപോലെ വാട്സപ്പ് ഒന്ന് തോണ്ടി വെക്കില്ലെങ്കിൽ സമാധാനം കിട്ടില്ല, ബാക്കിയൊന്നും നമുക്ക് വിഷയമില്ല. അപ്പോൾ അതുപോലെ ആവരുത്. നമ്മൾ എല്ലാം കുത്തിനിറച്ച കുടുംബങ്ങളാണെങ്കിലും നമ്മളെ ഉപകരിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖങ്ങളും സന്തോഷം പങ്കുവെക്കുന്ന, പരസ്പരം ചിരിക്കാനല്ലോ, പുഞ്ചിരി പോലും സതക്കയാണല്ലോ. അങ്ങനെ നല്ല രീതിയിൽ പുഞ്ചിരിച്ച് ആരോടും സൗമ്യമായി പെരുമാറാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക. നിങ്ങളാണ് നിങ്ങളുടെ കുട്ടിയുടെ റോൾ മോഡൽ, നിങ്ങളാണ് അവരെ മോഡലാക്കുന്നത്. നിങ്ങളെ കണ്ടാണ് എൻ്റെ ഉമ്മ എങ്ങനെയാണ്, എൻ്റെ ഉപ്പ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുന്ന, നിങ്ങളെ പൊക്കി പറയുന്ന, നിങ്ങളെ നല്ലത് മാത്രം പാഠമാക്കുന്ന നല്ല മക്കളായി വളർത്താൻ നിങ്ങൾ സാഹചര്യം ഉണ്ടാക്കണം.
അറിയാലോ, ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് സ്നേഹം കൊടുത്തില്ലെങ്കിലും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ട് സ്നേഹം കൊടുക്കാൻ പുറത്ത് ഒരുപാട് പേരുണ്ട്. നിങ്ങളെ കുട്ടി യൂണിഫോം ഇട്ട് സ്കൂളിൽ ബാഗിലെ പുസ്തകങ്ങളും സാധനമായിട്ട് പോകുമ്പം വേറൊരു ഡ്രസ്സും കൂടി ഒരു കൂട്ടും കൂടി അവൻ്റെ ബാഗിൽ എടുത്തുന്നുണ്ടോ, മോളെ ബാഗിലുണ്ടോ അല്ലെങ്കിൽ മോൻ്റെ ബാഗിലുണ്ടോ എന്ന് കൂടി നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ പോകുമ്പോൾ 50-100 അവർ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൊണ്ടുള്ള സ്നേഹം കൊണ്ടല്ല അവർ വരുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങാൻ ഒരു ഇടം വേണം. അത് നിങ്ങൾ പുറത്തെവിടെയെങ്കിലും സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവർ വീട്ടിലേക്ക് വരില്ല. കാരണം നിങ്ങളുള്ള സ്നേഹം ഓരോ രക്ഷാവിനും നെഞ്ഞത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? എൻ്റെ മകനെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അല്ല മോക്കെന്നെ ഇഷ്ടം. ഈ കുട്ടികളെ ഉദ്ദേശമെല്ലാം പറയുന്നത് നിങ്ങളെ മറ്റു മക്കളാണെങ്കിൽ നിങ്ങളെപ്പറ്റി നല്ലത് പറയുന്ന എൻ്റെ ഉമ്മയാണ് എനിക്കെല്ലാം, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയാണ് എനിക്കെല്ലാം, അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവർ പറഞ്ഞിട്ട് പോലെ ഞാൻ ചെയ്യുള്ളൂ പറയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്, അല്ല എത്ര കുട്ടികളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കൂടെ വലിച്ചായിട്ട് പറയുന്നില്ല. ഇതുപോലൊരു സദസ്സ് കിട്ടാൻ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് തരാൻ പറ്റും, നിങ്ങളെല്ലാവരും ഒന്ന് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ അതങ്ങനെ നമുക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളാക്കിയിട്ട് മാറാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് കൂടെ വലിച്ചു കിട്ടുന്നില്ല. ഞാൻ സ്വാഗതം ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും, പ്രിയ രക്ഷിതാക്കൾക്കും മറ്റുള്ള ഇക്കന്മാർക്കും ഉത്താത്തമാർക്കും അനുജത്തിമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിൽ സ്നേഹത്തോടെ സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ ഉദ്ഘാടനം ഇവിടെ എത്തിയിട്ടുള്ള നമ്മളെ ഫിറോസ്ക, അതുപോലെ തന്നെ അബ്ദുനാസ് ഹാജി, അതുപോലെ തന്നെ മുസ്താഫ സാഹിബ്, ലത്തീഫ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ നമ്മൾ ഉദ്ഘാടനം ഒക്കെ ഏറ്റെടുത്ത നമ്മൾ സക്കരിയ സാറ്, നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മളെ ക്യാമ്പസിൻ്റെ നെടും തൂണാണ്. എന്തും കണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലവരാണ്. സ്നേഹമലിനം മാത്രമായിട്ട് ഒരു സ്റ്റേജ് വേണം, അവർക്കുള്ള ഒരു ഹാൾ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഓടി നടന്ന ബഷീർക്ക, അതുപോലെ താലിക്കാരൻ്റെ, ഇവരൊക്കെ തന്നെ നമ്മൾ കമ്മിറ്റി മെമ്പേഴ്സ് ചെയ്ത ഇത്രയും ഒരു 3-4 ദിവസം കൊണ്ട് ചെയ്ത ഈ സംവിധാനം അറിയാലോ. ഒരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നോട് പലരും വന്നപ്പോൾ ചോദിച്ചു, അതിൻ്റെ മുകളിലല്ലേ ഇതിനെ മാഷ് അങ്ങോട്ട് കയറി ഉണ്ടാക്കണം, കുട്ടികളെയും പിടിച്ച് പോകണമെന്ന്. ഈ കുട്ടികളെയും കൊണ്ട് ഇതൊക്കെ താങ്ങി പിടിച്ച് അതിൻ്റെ മുകളിൽ പോകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്, മറ്റുള്ള സ്റ്റാഫുകളും. ഈ സ്ഥാപനത്തിന് നമ്മുടെ സ്ഥാപനം ഇങ്ങനെ സൗകര്യമായി വന്നുകൊണ്ട് വളരെ സൗകര്യമായി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ രൂപത്തിലാക്കിയത് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ പഠിച്ചു കിട്ടുന്ന എല്ലാവർക്കും സ്വന്തം പേരിൽ സ്നേഹത്തോടെ എൻ്റെ സ്റ്റാഫിൻ്റെ പേരിൽ എല്ലാവരും സ്വാഗതം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുസ്തഫ സാഹിബിനെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം ഇവർക്ക് എല്ലാവരും ഒരു സ്നേഹോപഹാരം കൊടുക്കാൻ വേണ്ടി നമ്മൾ കുട്ടികൾ റെഡി ആയിരിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും സ്നേഹോപഹാരം നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്നേഹപൂർവ്വം മുസ്തഫ സാഹിബിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു നമസ്കാരം. ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ എല്ലാമായ മിസ്റ്റർ സക്കരിയനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ശരിക്കും ഈ ഒരു സദസ്സിന് ഉദ്ഘാടനമായിട്ട് വരേണ്ട ആളല്ല, ഞാൻ നിങ്ങളെ കൂട്ടത്തിലിരിക്കേണ്ട ആളാണ്. എന്നെ നിർബന്ധിച്ച് തിരക്ക് കൂട്ടി വരുത്തിച്ച ഫിറോസ്, പെട്ടെന്ന് വാ ഒരു അത്യാവശ്യം ഉണ്ടെന്ന്. അപ്പം ഞാനും വിചാരിച്ച് ആർക്കോ ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്, വേഗം വരാമെന്ന്. ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു നീയാണ് ഉദ്ഘാടകൻ എന്ന്. ഞാൻ പറഞ്ഞു എന്താ ഫിറോസ് നിങ്ങളല്ലേ ഏറ്റെടുത്തത്, അത് വേണ്ട നീ ഉദ്ഘാടനം ചെയ്തോ പറഞ്ഞു. ഈ കൊളത്തറ സ്നേഹമകളായിട്ട് നമ്മൾ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇവരെ കുട്ടികളെ കാണാനും നമ്മൾ കുറേ പുറമേയുള്ള കുറേ ആൾക്കാർ ഇവരുടെ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവർ ഫസ്റ്റ് നമുക്ക് ഇവരായിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവർ വയനാട് ടൂർ പോയപ്പോഴാണ്. നമ്മളൊരിക്കലും പോകണമെന്ന് വിചാരിച്ചതല്ല. ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞ് ഒരു ദിവസം പോലും ഷോപ്പിലിരുന്ന് നെക്സ്റ്റ് ഡേ പോകാൻ പറ്റിയ ഒരാളായിരുന്നില്ല ഞാൻ. പക്ഷേ എന്തോ എനിക്ക് അന്നേരം തോന്നി ഇവരെ കൂടെ പോകണം എന്നുള്ളത്. ഞങ്ങൾ 4 ആൾക്കാർ, ഞാൻ, ബഷീർ, നൗഫൽ, അസീസാജി കൂടി അവിടെ പോയ സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു സന്തോഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാത്തൊരു കാര്യമാണത്. നിങ്ങളൊരു കുട്ടീൻ്റെ കാര്യമാണ്, നിങ്ങൾ ഓരോരുത്തരുടെ കുട്ടീൻ്റെ കാര്യം നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, നമ്മൾ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ കാര്യമാണ് നമ്മളന്ന് അറിഞ്ഞിട്ടുള്ളത്. അവർ ശരിക്കും പറഞ്ഞാൽ അവരെന്താണ് അവരുടെ ലൈഫ് റിയലി അവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയപാട് ഞങ്ങളെ കാറിലാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു ബസ് സ്ഥലത്ത് നിർത്തിയിട്ട് ബസ് പോകാത്ത സ്ഥലമാണത്. കാറിൽ കൂട്ടിക്കൊണ്ടുപോയപ്പം ആദ്യം ഞാൻ അവരുടെ ഡ്രൈവറായി.
നമ്മൾ ഡ്രൈവറാണ് വരുന്നത് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ടീച്ചറൊക്കെ പറഞ്ഞപ്പോൾ സാറായി. പക്ഷെ ഇപ്പോഴും കുറേ കുട്ടിയൊക്കെ ഞാൻ ഡ്രൈവറാണ്, നമ്മൾ ഡ്രൈവർ വരുന്നപ്പോൾ ഒരാൾ ഞാൻ വരുമ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ എൻ്റെ വണ്ടിയുണ്ട്, ഫിറോസിൻ്റെ വണ്ടിയുണ്ട്. ഫിറോസിൻ്റെ വണ്ടി പുതിയ വണ്ടിയാണ്, കിയ. എൻ്റെ പഴയ ഇന്നോവ. കുട്ടികൾക്ക് മുഴുവൻ വേണ്ടത് പുതിയ സിസ്റ്റമാണ്. അവർ പഴയതിലേക്ക് തീരെ താല്പര്യമേ ഇല്ല. ഇന്നോവ പഴയ വണ്ടിയാണ്, ഇത് പുതിയ വണ്ടിയാണ്. അത്രയും സെൻസ് വർക്ക് ചെയ്യുന്ന മക്കളാണിത്. ഇൻഷാ അല്ലാ ഈ വേദി അവർക്ക് കുറേ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവാനും, ഈ വേദി ഇൻസ്റ്റൻ്റായിട്ട് വന്ന വേദിയാണിത്. നമ്മളൊരിക്കലും ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ടാവുന്നു, ഈ സൗണ്ട് സിസ്റ്റം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഇവരുടെ ടീച്ചേഴ്സും മാഷുവിൻ്റെ ആവശ്യപ്പെട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. ഇവരെല്ലാ ആക്ടിവിറ്റീസ് നമുക്കിതിൽ ഇൻസ്പയർ ചെയ്ത് പുറത്തേക്ക് എടുക്കണം. സ്പെഷ്യൽ താങ്ക്സ് ടു ഫിറോസ്, മുസ്തഫ ഭായ്, നാസർ ഭായ്. പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഫിറോസും ആ ടീമിൻ്റെ ഒരു കൂട്ടായ്മ. ഏതായാലും ഈ ഒരു വേദി ഉദ്ഘാടനം ചെയ്യാമെന്നാണ് എൻ്റെ കടമ. ഈ ഒരു വേദി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രസംഗിച്ച് പരിചയമില്ല, നിങ്ങളോടൊരു 5 മിനിറ്റ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ഈ വേദി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു 36 വർഷം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ സ്ഥാപകരായ സക്കരിയൻ്റെ ഉപ്പ, അതുപോലെ അബൂക്കറാജി, ഇവരൊക്കെ ഇതിൻ്റെ സ്ഥാപകർ ഇതിനോടനുബന്ധിച്ച് ഗൾഫിൽ കുവൈത്തിൽ വന്നിരുന്നു. ഞാൻ കുവൈറ്റിലായിരുന്നു പ്രവാസിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിരിവിന് വേണ്ടി അവർ വന്ന് അതൊന്നും ഒരു ഉദ്ദേശിച്ചതിലും അപ്പുറം സഹായങ്ങൾ കിട്ടി. അപ്പോഴാണ് ഈ സ്ഥാപനത്തിനെ പറ്റി ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ട് ഉള്ളത്, ഇത്രമാത്രം ഒരു സ്ഥാപനം നടന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അവർ നടത്തി. അതിന് ശേഷം ഇപ്പം ഒരു മാസം 2 മാസം മുമ്പ് ഞാനും ഫിറോസിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ യാദർശികമായിട്ട് ഈ വിഷയം ഇതല്ല, ഇപ്പോൾ ഒരു സൽമാൻ എന്ന് പറഞ്ഞ പയ്യുണ്ടല്ലോ, ഇപ്പോൾ വീഡിയോയിലൊക്കെ ഉണ്ടാവുന്നത്, ഓനെ പറ്റിയൊരു ചർച്ച ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ നൗഫലിൻ്റെ ജ്യേഷ്ഠനും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരും ഇങ്ങനെ പോകുമ്പോൾ വണ്ടിയിൽ പെട്ടെന്ന് പറഞ്ഞാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫിറോസ് പറഞ്ഞു, എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊളത്തറ. ആ നിമിഷം തന്നെ നമ്മൾ നൗഫലിൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായതുകൊണ്ട് ജ്യേഷ്ഠൻ അപ്പം തന്നെ ഫോൺ ചെയ്ത് നൗഫലിനോട് സംസാരിച്ച്, പിന്നെ മൂപ്പര് കാര്യം, കാരണം മൂപ്പരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫിറോസിനെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മൂപ്പരെ ഫാദർ പഴയ മന്ത്രിയാണ്, നിങ്ങൾക്കറിയാം, പി എം അബൂബക്കർ സാഹിബ്. മൂപ്പരെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് ഈ ചാരിറ്റി പൊതുപ്രവർത്തനമൊക്കെ, മൂപ്പരെ കുടുംബത്തിൻ്റെ. അപ്പോൾ അത് മൂപ്പരെ ബ്ലഡിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ മൂപ്പര് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് നിങ്ങളിതിൽ പങ്കെടുക്കാനുണ്ടായ ഒരു സാഹചര്യം കിട്ടിയത്. ഇപ്പോൾ മൂപ്പര് അനുജനുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ സിറിയ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായില്ലേ, അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് മൂപ്പര് അഞ്ചൻ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ സിറ്റിസനാണ്. സ്വന്തം അനുജന് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മേഖലയാണ് മൂപ്പരത്. അപ്പം മൂപ്പരെ സംബന്ധിച്ച ഒരു സംഗതിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർക്ക് അത് പൂർത്തീകരിച്ചിട്ടോ അനുഭവമുള്ളൂ. അപ്പം അങ്ങനെ മൂപ്പര നിർബന്ധത്തിനാണ് ഇങ്ങനെ നിങ്ങളെ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ അവിടെ കൊണ്ടുപോകാനും എല്ലാ A to Z കാര്യങ്ങളും മൂപ്പര ഏറ്റെടുക്കാനും ഈ 24 മണിക്കൂർ ഈ കുട്ടികളെപ്പറയും മൂപ്പര കൂടെ എനിക്കും ചിലവഴിക്കാൻ കഴിഞ്ഞ്. നമ്മൾ ആദ്യത്തെ അനുഭവമാണിത്. ഒരു കുട്ടിയല്ലേ മൊത്തം കുട്ടികൾ. പക്ഷെ ഞാനതിൽ മനസ്സിലാക്കിയത് നിങ്ങളെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഒരു ബന്ധപ്പെട്ട് ഓരോ എഫേർട്ടാണ്. ഓല് രാവിലെ കുട്ടികളെ എണീറ്റിട്ട് നമുക്കറിയില്ലല്ലോ, പല്ല് തേക്കാനും ഓരോ ഡ്രസ്സ് ചെയ്യാൻ പോലും ഒരിക്കലും അറിയാത്ത കുട്ടികളെ എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടൊക്കെയാണ് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അതിന് ഓല് വളരെയധികം എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും അവരെ പറ്റി പറയാൻ പറ്റില്ല. ഞാൻ അത്രമാത്രം ഇപ്പോഴത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ മറ്റുള്ളവരും ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇതുണ്ട്. ഇത് കാരണം അനുഭവമാണ് നമുക്ക്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചൊക്കെ പിന്നെ അതിന് ശേഷം നമ്മളെ കാണുമ്പോണ്ടല്ലോ ഒരിക്കൽ ഈ സത്യത്തിൽ നമ്മളിത് ഒരു പുതിയ പരിചയമാണ് നമുക്ക്. അപ്പോൾ ഇതൊരു ലഹരി കൂടിയാണ്. ഇങ്ങനത്തെ രംഗത്തെത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള ലഹരിൻ്റെ മാതിരി ഈ സാമൂഹ്യ പ്രവർത്തനം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു വലിയൊരു ആത്മസംതൃപ്തി ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ സദസ്സിലേക്ക് നിങ്ങളെ ഈ 2 വാക്ക് പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ആളുകളോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളും ഫിറോസും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ദൈനംദിന കാര്യങ്ങൾ മൂപ്പര് ചെയ്യാൻ പറ്റുന്നത് മൂപ്പര് ഏറ്റെടുത്ത് ചെയ്യും. അത് ഞാൻ പ്രത്യേകം ഉറപ്പ് നൽകുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ പരിപാടിക്ക് നന്ദി പറയാമെന്നുള്ള എൻ്റെ കർത്തവ്യം. ഞാൻ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫിറോസ്ക. ഞങ്ങൾ ഇത്രയും വർഷം, ഞാൻ എൻ്റെ 24 വർഷത്തെ ജീവിതത്തിൽ ഇത്രയും
ഈ പ്രാവശ്യം വയനാട് പോയ അത്ര എൻജോയ് ആയിട്ട് ഒരു ടൂറും ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ രാവിലെ പോരണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഫിറോസ് ഖാൻ്റെ ഇടപെടലും കുട്ടികളുടെ ഇടപെടലും പ്രത്യേകിച്ച് ഇവരെ ഈ നമ്മുടെ സെക്രട്ടറി സാറ് നഫീസ് സാർ ഇവരൊക്കെ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത്. അപ്പോൾ അത്രയും ഒരു എൻജോയ് ആയിട്ടുള്ള ടൂർ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതിന് ആദ്യമായിട്ട് ഞാൻ ഫിറോസ് ഖാനോടും കൂട്ടുകാരോടും നന്ദി പറയുന്നു. അതിന് അവസരം ഒരുക്കി തന്ന നമ്മുടെ സെക്രട്ടറി സാറ് നൗഫൽ സാറ് ബഷീർ സാറ് ആസിസാജ് ഇവരോടൊക്കെ അവരുടെ അഭാവത്തിലും അവരോട് നന്ദി അറിയിക്കുകയാണ്. ഈ ഉദ്ഘാടന പരിപാടി എനിക്കിവിടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സാർ.
बबिदा दे ई बलु बबिदा हलवा ई बलु बबिदा दे ए बता दे हलवा ई बलु बबिदा दे ई बलु बबिदा हलवा ई बलु बबिदा दे ए बता दे ഹോലി ഹോലി പക്കത്തിൽ സിരിക്കു രംഗോലി ജാലി ജാലി വെക്കത്തിൽ മയങ്ങുറ ഡോലി गाली गाली मुततिल अबनुंदा गाली जाली जाली हड़ितोली ഹലമത്തി ഹബീബു ഹലമത്തി ഹബീബ് വന്ദാലെ ഹലമത്തി ഹബീബു ഹലമത്തി ഹബീബ് വന്ദ ഹലമത്തി ഹബീബു ഹലമത്തി ഹബീബ് വന്ദാലെ ഹലമത്തി ഹബീബു ഹലമത്തി ഹബീബു बाकी थोड़ी सी है जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस लम्हे में है ये लम्हा कहाँ था मेरा अब है सामने इसे छू लो जरा मर जाऊं या जी लो जरा खुशियाँ चूम लूं या रो लूं जरा मर जाऊं या जी लो जरा हो अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी धूप में जलते हुए तन को छाया पेड़ की मिल गई रूठे बच्चे की हंसी जैसे फुसलाने से फिर खिल गई कुछ ऐसा ही अब
ആശകളാലും ഇതാ വരുന്നേ മാരൻ, ഇതാ വരുന്നേ മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമലയെടുക്കും കൊണ്ടത് പുതുമാരും. ഇതാ വരുന്നേ മാരൻ, ഇതാ വരുന്നേ. ഈശലൊത്ത് മുഴങ്ങുന്ന നശിതകൾ നീളെ ഇതളിട്ടു മുഹബത്തിൻ പൂവുകളേറെ ഇരസപ്പു തേൻ കുടിക്കാൻ മോഹമതാലേ. ഈശലൊത്ത് മുഴങ്ങുന്ന നശിതകൾ നീളെ ഇതളിട്ടു മുഹബത്തിൻ പൂവുകളേറെ ഇരസപ്പു തേൻ കുടിക്കാൻ മോഹമതാലേ. ഇതാ വരുന്നേ മാരൻ, ഇതാ വരുന്നേ മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമലയെടുക്കും കൊണ്ടത് പുതുമാരും. ഇതാ വരുന്നേ മാരൻ, ഇതാ വരുന്നേ. അമ്മോശനും അമ്മായിക്കും ഇഷ്ടപ്പെട്ട മരുമോൻ അതിർപ്പപ്പു മണിമങ്കക്കിണങ്ങുന്ന തോഴൻ അലങ്കാര ചമയങ്ങൾ അണിഞ്ഞുള്ള മാരൻ. അമ്മോശനും അമ്മായിക്കും ഇഷ്ടപ്പെട്ട മരുമോൻ അതിർപ്പപ്പു മണിമങ്കക്കിണങ്ങുന്ന തോഴൻ അലങ്കാര ചമയങ്ങൾ അണിഞ്ഞുള്ള മാരൻ. ഇതാ വരുന്നേ മാരൻ, ഇതാ വരുന്നേ മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമലയെടുക്കും കൊണ്ടത് പുതുമാരും. ഇതാ വരുന്നേ മാരൻ, ഇതാ വരുന്നേ. മണവാട്ടിക്കണിയിക്കാൻ മഹർമാലയെടുത്ത് മനതാരിൽ ഇഷ്കിന്റെ ബഹർ തിരാടിത്ത് മണവാളൻ തിരുപ്പുറം പരിവാരം പെരുത്ത്. മണവാട്ടിക്കണിയിക്കാൻ മഹർമാലയെടുത്ത് മനതാരിൽ ഇഷ്കിന്റെ ബഹർ തിരാടിത്ത് മണവാളൻ തിരുപ്പുറം പരിവാരം പെരുത്ത്. ഇതാ വരുന്നേ മാരൻ, ഇതാ വരുന്നേ മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമാലയെടുക്കും കൊണ്ട് അതിർപ്പപ്പു പുതുമാരൻ. ഇതാ വരുന്നേ മാരൻ, ഇതാ. علمتي حبيب دالي علمتي حبيبو علمتي حبيبو Malama pita pita de, malama pita pita de.
हलवा ई बलु बबिदा दे ई बलु बबिदा हलवा ई बलु बबिदा दे ए बता दे हलवा ई बलु बबिदा दे ई बलु बबिदा हलवा ई बलु बबिदा दे ए बता दे கோலி கோலி பக்கத்துல சிரிக்குற கோலி ஜாலி ஜாலி பக்கத்துல மயங்குற டோலி गाली गाली मुकतल अबनुंदा गाली जाली जाली हड़कोली हलमते हबीबू हलमते हबीबंदाले हलमते हबीबू हलमते हबीबंदा हलमते हबीबू हलमते हबीबंदाले हलमते हबीबू हलमते हबीबू या हबीबी या हबीबी या हबीबी खैरुल वरा या सय्यद കരുണക്കടൽ മുഹമ്മദ് ഖൈറുൽ വറായ സയ്യിദ് കരുണക്കടൽ മുഹമ്മദ് അർവാഹുകൾ കദീപദി അഷ്റഫുൽ ഖൽഖാം നബി സിർസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല സിർസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല ഹമീദ് മുർത്തല या नबी सलाम या रसूल सलाम या नबी सलाम या रसूल सलाम या मुहम्मद नबी सलाम या मुहम्मद नबी सलाम या मुहम्मद नबी सलाम या मुहम्मद नबी सलाम मक्कम पिंड राजरा
மன்னான் புகழ்ந்த தூதரம் மக்கம் பிழைந்த ராஜரம் மன்னான் புகழ்ந்த தூதரம் திக்கு மதீன பூமணி தாதா ஹபீபி யா நபி திக்கு மதீன பூமணி தாதா ஹபீபி யா நபி அருவாஹுகள் கதிபதி அருவாஹுகள் கதிபதி அஷ்ரஃபுல் ஹல்காம் நபி சிறுல் சினாய முஸ்தபா சர்தார் ஹமீது முர்த்தலா சிறுல் சினாய முஸ்தபா சர்தார் ஹமீது முர்த்தலா ஹமீது முர்த்தலா யா நபியே சலாம் या रसूले सलाम या नबीए सलाम या रसूले सलाम या मुहम्मद नबीए सलाम या मुहम्मद नबीए सलाम मुहम्मद नबीए सलाम या मुहम्मद नबीए सलाम
ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ വരുന്നേ പെണ്ണേ ഇതാ വരുന്നേ. കുടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ വരുന്നേ പെണ്ണേ ഇതാ വരുന്നേ. പനിനീരിൻ മണമുള്ള 16 പരുവം മലരൊളിരാവിന്റെ പാലൂറും പുളകം പൊന്മാരി പെയ്യുന്ന പൂമലർമെയിൽ. പനിനീരിൻ മണമുള്ള 16 പരുവം മലരൊളിരാവിന്റെ പാലൂറും പുളകം പൊന്മാരി പെയ്യുന്ന പൂമലർമെയിൽ. കുളിരു പകർത്തുന്നേ പെണ്ണേ തളിരു വിരിക്കുന്നേ. കുടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ വരുന്നേ പെണ്ണേ ഇതാ വരുന്നേ. മയിലാഞ്ചിക്കരങ്ങളിൽ പൊൻവളയണിഞ്ഞ് നവരത്നം പതിച്ചുള്ള കമ്മലും തിളങ്ങി മദനപ്പൂമണി മാറും കനകത്താൽ നിറഞ്ഞ്. മയിലാഞ്ചിക്കരങ്ങളിൽ പൊൻവളയണിഞ്ഞ് നവരത്നം പതിച്ചുള്ള കമ്മലും തിളങ്ങി മദനപ്പൂമണി മാറും കനകത്താൽ നിറഞ്ഞ്. പുതുമയില്ലെങ്കുന്നേ പെണ്ണേ പളപളമിന്നുന്നേ. കുടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതാ വരുന്നേ പെണ്ണേ ഇതാ വരുന്നേ. മിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ. പുതുകണ
ഭാഷയെഴുതി വിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി കുഞ്ഞിച്ചുണ്ടി പൊന്നും തേനും തന്നോ മാമൂട്ടി പിച്ച പിച്ച വയ്ക്കാൻ കൂടി വന്നോ കൈനീട്ടി മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ വരുമോ ചാരേ നിന്നച്ഛൻ I love you, I love you, I love you, mummy. മിഴിനീർക്കണങ്ങൾ മായാം ഒരു പാട്ട് മൂളാം കാതിൽ ഈ കണ്ണൽ ചുണ്ടിൽ നെഞ്ചിൽ തേനും മധുരം ഞാൻ ഈ നാട്ടുമാവിൽ നീലെ പാൽക്കതിരുകളാടും നാളെ ഈ രാക്കിനാവിൻ കൂട്ടിൽ ചായും പൂന്നിലാവല്ലേ പൂങ്കാറ്റ് വന്നീ പൂക്കൾ ചേർത്ത് നെഞ്ചിൽ ചാരി ഈ പാതിരാ താരം നോക്കി നിന്നു ദൂരെ ഈ മൂകവാനം കോണിൽ ദീപനാളം പോലെ നീ കനവിലും നിലവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. അന്നാട്ടുകട്ടിൽ പോലെ മടിമേലിറക്കി എന്നെ ഈ കാതിൽ തോരാതേറെ താരാട്ടുകൾ പാടി ഈ രാവുറങ്ങിടാതെ പകരം മുഴുക്കും പാട്ടിൽ ആ പോയ കാലം കോരി നിറച്ചൊരു കാട്ടുതേനില്ലേ മൺവീണയായി ഞാൻ നിന്നു മൗനകാലം പോലെ എന്നോ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം തോഴികളറിയും മുൻപേ മാമുനിയുണരും മുൻപേ ഹൃദയത്തിൻ പന്തികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ
മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്നുകയറുന്നേ ചുട്ടുമെരിയുന്നേ നടന്നോരത്താരും മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്നുകയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്നുകടന്നോരും വിറ്റാത്താകെ നിരക്കുന്നേ നിറമാനം മെല്ലെ ഇരുത്തുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്നുകടന്നോരും വിറ്റാത്താകെ നിരക്കുന്നേ നിറമാനം മെല്ലെ ഇരുത്തുന്നേ ആവോ രാമാരോ ആർക്കുമുയരണല്ലോ ആവോ രാമാരോ ആരുവരവിതന്നേ ആവോ രാമാരോ ഇമ്പ് മുറുകണല്ലോ ആവോ രാമാരോ കൊല്ലുമെരിയണന്നേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവർ അഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടക്കുഴി ഗംഗമൊരുങ്ങുന്നേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവർ അഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടക്കുഴി ഗംഗമൊരുങ്ങുന്നേ കൊമ്പൻ തുമ്പി ചുഴറ്റുന്നേ കടുവ കണ്ണ് കലങ്ങുന്നേ കൊമ്പന്മാർ അവർ രണ്ടാളും നേരെ നേരെ പാഞ്ഞതടുക്കുന്നേ കൊമ്പൻ തുമ്പി ചുഴറ്റുന്നേ കടുവ കണ്ണു കലങ്ങുന്നേ കൊമ്പന്മാർ അവർ രണ്ടാളും നേരെ നേരെ പാഞ്ഞതടുക്കുന്നേ ആവോ രാമാരോ മുണ്ട് മുറുക്കണല്ലോ ആവോ രാമാരോ മമ്പ് പിടിക്കണല്ലോ ആവോ രാമാരോ മണ്ണ് പറക്കണല്ലോ ആവോ രാമാരോ വെള്ളിടി വെട്ടുന്നല്ലോ ചന്തത്തിനൊട്ടും കൂറാവില്ല പെണ്ണെ ചന്ദന പൂമയിലേ താനേ നാനേ തനാനിനെ തനെ താനേ നാനേ തനാനിനെ 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 വിത്തേരിഞ്ചേ വിത്തേരിഞ്ചേ ചാമി ലോകലോകോ വിത്തേരിഞ്ചേ 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 താനേ നാനേ തനാനിനെ തനെ താനേ നാനേ തനാനിനെ താനേ നാനേ തനാനിനെ തനെ താനേ നാനേ തനാനിനെ കതിരുകൾ നുള്ളാൻ കാത്തിരുന്നേ കൊച്ചു പറവകളെല്ലാമേ കാത്തിരുന്നേ 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 കൊച്ചു പറവകളെല്ലാമേ കാത്തിരുന്നേ കതിരുകൾ നുള്ളാൻ കാത്തിരുന്നേ കൊച്ചു പറവകളെല്ലാമേ കാത്തിരുന്നേ 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 കൊച്ചു പറവകളെല്ലാമേ കാത്തിരുന്നേ താനേ നാനേ തനാനിനെ തനെ താനേ നാനേ തനാനിനെ 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 വിത്തിരിഞ്ചേ ചാമി ലോകലോകോ വിത്തിരിഞ്ചേ ചാമി ലോക ചീങ്കോ വിത്തിരിഞ്ചേ വിത്തിരിഞ്ചേ ലോകലോകോ ചാമി വിത്തിരിഞ്ചേ വിത്തിരിഞ്ചേ ലോക ചീങ്കോ വിത്തിരിഞ്ചേ ചാമി ലോകലോകോ വിത്തിരിഞ്ചേ ചാമി ലോക ചീങ്കോ വിത്തിരിഞ്ചേ വിത്തിരിഞ്ചേ ലോകലോകോ ചാമി വിത്തിരിഞ്ചേ വിത്തിരിഞ്ചേ ലോക ചീങ്കോ താനേ നാനേ തനാനിനെ തനെ താനേ നാനേ തനാനിനെ താനേ നാനേ തനാനിനെ തനെ താനേ നാനേ തനാനിനെ കൊയ്തെടുത്തേ കൊയ്തെടുത്തേ നെൽ കതിരെല്ലാമേ കൊയ്തെടുത്തേ കൊയ്തെടുത്തേ
സ്കൂളിൽ പോകാൻ അമ്മ എനിക്ക് എന്തെല്ലാമാണ് വാങ്ങിയിരിക്കുന്നതെന്ന് അറിയാമോ? പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ ടിഫിൻ ബോക്സ്, പുതിയ കുട. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇതെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണല്ലേ? അതെ അപ്പച്ച, ഇതെല്ലാം വില കൂടിയ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതാണ്. മക്കളെ, ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് പഴയതായി കഴിഞ്ഞാൽ നാം അത് എന്തു ചെയ്യും? അതാ വേസ്റ്റുകളെല്ലാം ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കളയും. ഈ വക പ്ലാസ്റ്റിക് സാധനങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല മക്കളെ. ഇവ കാലാകാലത്തോളം അവിടെ തന്നെ കിടക്കും. അവസാനം എവിടെ നോക്കിയാലും ഇവ മാത്രമാകും. ഭൂമിയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതല്ലേ നല്ലത്? അതല്ലെങ്കിൽ ഇവയെല്ലാം കുന്നുകൂടി ഒരു ഭീകരനെ പോലെ ഒരു നാൾ നമ്മുടെ നേരെ തിരിയും. చుట్టుపక్కల సారా పేరుంది బేబీ, నాకు సారా కన్న పిల్ల నువ్వే కిక్కంటారే. లారీలకి వచ్చేతారే, నువ్వంటే చచ్చిపోతారే. అల్లో నేరేడు, అల్లో నేరేడు, అల్లో నేరేడు పళ్ళే అచ్చం కళ్ళు. నన్నే చూస్తే కోరికలే అవుతాయి రాను. డియో డియో డిసక 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 డియో డియో డిసక 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 డి. చూపుల కోరేటు, ఆటల కోరేటు, నవ్వుల కోరేటు, నడుము కోరేటు, అప్పా గుత్తక కావాలంటే ఇస్తాను పెట్టు. డియో డియో డిసక 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 డియో డియో డిసక 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 డి. ఉప్పు సొప్పుల్సే ఇది జస్ట్ సంపుల్సే. గడి దాటుకొస్తే చూపిస్తాను చాలా యాంగిల్సే. డియో 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 డిసక 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 డియో డియో డిసక 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 డి. సైడ్ యాంగిల్లో నేను సిమ్లా యాపిల్, వైడ్ యాంగిల్లో నేను వోడ్కా బాటిల్. డియో డియో డిసక 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 డిసక. టాప్ యాంగిల్లో నేను రెడ్ ఆన్ రీఫిల్, లో యాంగిల్లో లోడ్ చేసిన రైఫిల్. రైట్ యాంగిల్లో జిలేబిల నోరూరించే టైపు, ఈ లెఫ్ట్ యాంగిల్లో మిర్చిలాగా అల్లాడించే కైపు. నా కట్టొట్టుకే కన్నే కొట్టాలా. డియో 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 డిసక 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 డియో డియో డిసక 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 డి. నైటింగేలే నేను నైట్ యాంగిల్లో, హీట్ ఎక్కిస్తా జారు బయట యాంగిల్లో. డియో డియో డిసక 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 డిసక. మెయింటైన్ చేస్తా నేను ఫ్రంట్ యాంగిల్లో, టెంప్టేట్ చేస్తా వాళ్ళు టైట్ యాంగిల్లో. ఒక్కోడికి ఒక్కో యాంగిల్ నచ్చేస్తుంటా డబ్బి, నీకే యాంగిల్ నచ్చుతో చూసుకోరా ఎక్కడ సూపి. నీటి ఉంటుంటూనే అవ్వాలా. డియో 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 డిసక 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 డియో డియో డిసక 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 డి. డియో డియో డిసక 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 డియో డియో డిసక 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 డి.
രക്ഷിതാവാണ് അവർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളെ കയ്യിൽ തന്നെയാണ് അവർ ഏറ്റുവാങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ആ കുട്ടിയെ പേര് വിളിക്കുമ്പോൾ കുട്ടി വരിക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് ചടങ്ങ് കഴിഞ്ഞിട്ടേ പോകാവൂ. എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. അറിയാലോ, നമ്മൾ നിർത്താൻ തയ്യാറായിട്ട് നമ്മളെ കുട്ടികൾ തയ്യാറാവുന്നില്ല. ഞാനുണ്ടെന്ന് പറയാം, അവർക്ക് ക്ഷീണം കുഴപ്പമൊന്നുമില്ല.